നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് കൊടിയേറ്റം നടന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ. അതെ, 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിന്റെ കാര്യത്തിൽ സമാജ്വാദി പാർട്ടിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി രാഷ്ട്രീയപരമായി വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. BSP ഒപ്പം ചേർക്കണമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ പറ്റില്ല എന്നുള്ള കടും വാശിയിൽ തന്നെയാണ് സമാജ്വാദി പാർട്ടി. എന്നാൽ BSPയും സമാജ്വാദി പാർട്ടിയും തങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായി BJPയെ തളയ്ക്കാൻ കഴിയും ഒരു പരിധിവരെ എന്ന് വിശ്വസിക്കാനാണ് കോൺഗ്രസ് താല്പര്യം. കാരണം കോൺഗ്രസിന് കൃത്യമായി അറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ BJPക്ക് സീറ്റ് കുറവുണ്ടായതുപോലും BSPയുടെ രാഷ്ട്രീയപരമായ മുന്നേറ്റം തന്നെയായിരുന്നു. പക്ഷേ ഇക്കുറി മായാവതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വോട്ട് BJPക്ക് മറിച്ചു കൊടുത്തു എന്ന സമാജ്വാദി പാർട്ടിയുടെ തെളിവ് സഹിതമുള്ള ആരോപണം അതിങ്ങനെ നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന് മറുത്തൊന്നും പറയാൻ കഴിയില്ല. 65 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കും എന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അസംഗഡിൽ അഖിലേഷ് യാദവ് മത്സരിക്കുമോ അതോ പകരം കനൗജിലായിരിക്കുമോ മത്സരിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഡിംപിൾ യാദവും അതുപോലെ ശിവപാൽ യാദവും ഒക്കെ മത്സര രംഗത്തുണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയായും ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. BJPയുടെ സിംഹഭാഗവും സീറ്റുകൾ ഉത്തർപ്രദേശിൽ നിന്നാണ് എന്നിരിക്കെ ഇക്കുറി ആ തേരോട്ടം തടയാൻ തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും തീവ്രമായ ശ്രമം. അതിന് ചുക്കാൻ പിടിക്കാൻ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങുകയാണ്. താരപ്രചരണത്തിന് വേണ്ടി തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഉത്തർപ്രദേശ് സംജാതമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിക്ക് 300 കടക്കാൻ കഴിഞ്ഞില്ല. 255-ൽ തളച്ചു നിർത്താനായി സമാജ്വാദി പാർട്ടിക്ക് മുന്നേറ്റമുണ്ടായി. കോൺഗ്രസ് പക്ഷേ ദയനീയമായ പ്രകടനമായിരുന്നു അവിടെ കാഴ്ചവെച്ചത്. ഇക്കുറി പക്ഷേ അങ്ങനെയല്ല. കൃത്യമായ സഖ്യ നീക്കത്തിലൂടെ കോൺഗ്രസ് 10 സീറ്റുകളിലെങ്കിലും മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ അമേഠിയും അതുപോലെ തന്നെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആധിപത്യം ഉണ്ടായിരുന്ന പല മേഖലകളും തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് തീവ്രമായിട്ടുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷമാണ് ജനതാ പാർട്ടികൾക്കൊക്കെ വലിയ ആധിപത്യം 89-ന് ശേഷം ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. ഉത്തർപ്രദേശിൽ 89 വരെ 1989 വരെ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നീടാണ് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ഒക്കെ അധികാരത്തിലേക്ക് മാറി മാറി വരാൻ തുടങ്ങിയത്. രാഷ്ട്രീയപരമായി എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ ഒരൊറ്റ രാഷ്ട്രീയ ശത്രു എന്ന രീതിയിലേക്ക് എല്ലാവരും ഒന്നിക്കുകയാണ്. അതിനകത്ത് BSP അവരുടെ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് കാണേണ്ടത്. കഴിഞ്ഞ തവണ സഖ്യത്തിനൊപ്പം നിന്ന് 10 ലോക്സഭാ സീറ്റുകൾ പിടിച്ച BSP അത് നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സഖ്യ നീക്കത്തിലേക്ക് തന്നെ എന്ന രാഷ്ട്രീയ ഫോർമുല തന്നെ എടുക്കേണ്ടി വരും.